ഒരു 64-ാമത്തെ മിനിറ്റിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അതൊന്ന് പറയണം തോന്നി. അപ്പൊ അത് സാധാരണ പലയിടത്തും ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഒരു ബിഹൈൻഡ് ദ റണ്ണ് ഈ നമ്മുടെ മലപ്പുറം FC-യുടെ ഒരു പ്ലെയർ നടത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കാലിക്കറ്റ് FC-യുടെ പ്ലെയർ അത് മാർക്ക് ചെയ്യേണ്ട പ്ലെയർ അവിടെ ഇല്ല. അപ്പോൾ പ്ലെയേഴ്സിനെ എല്ലാം അൺബീറ്റ് ചെയ്തുകൊണ്ട് ആരും കാണാതെ ഒരാൾ കുറെ കൂടി ഓടി കയറുന്നുണ്ട്. ഓടി കയറിയിട്ട് അത് 27-ാം നമ്പർ ജേഴ്സി നിതിനാണ് ഓടി കയറുന്നത്. നിതിൻ ഓടി കയറി അവിടേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആ ക്രോസ് കറക്റ്റ് നിതിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല, അത് ഗോളാണ്. അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നിതിന്റെ അടുത്തേക്ക് ആ ബോൾ എത്തുന്നില്ല. അത് അവിടെ ബോക്സിൽ വെച്ച് തന്നെ ഹെഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതൊരു എന്താ പറയാ, ഒരു നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ മലപ്പുറം FC-യെ സംബന്ധിച്ച് പറയാം. പക്ഷെ കാലിക്കറ്റ് FC-യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഭാഗ്യം എന്ന് തന്നെ പറയണം. കാരണം അതങ്ങനെ ഹെഡ് ചെയ്ത് കളയാൻ പറ്റിയെന്നുള്ളത്. സാധാരണ ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് കൂടുതലും നമ്മൾ ഈ കളി ഇങ്ങനെ തീരാൻ ഭാഗത്തിനൊക്കെ നിൽക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഗോളുകൾ കൺസീഡ് ചെയ്യാറുണ്ട്. അതായത് പ്ലെയേഴ്സ് എല്ലാം ആരെങ്കിലും ക്രോസ് ഇടുന്നുണ്ടെങ്കിൽ ക്രോസ് ഇടുന്ന ആളിനെയും അല്ലെങ്കിൽ അവിടെ ഹെഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയും ഇതിന്റെ എല്ലാം പുറകെ കൂടെ ബിഹൈൻഡിൽ ഒരു ആൾ ഓടി കയറി വന്ന് അതുവഴി വന്ന് പണി വെച്ചിട്ട് പോകുന്ന പരിപാടി നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പം ഏറെക്കുറെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് FC രക്ഷപ്പെട്ട് പോവുകയാണ്. മാർക്ക് ചെയ്യേണ്ട പ്ലെയറൊക്കെ അപ്പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇതിന്റെ ഇടയിൽ ഞാൻ കണ്ടിരുന്നു.